More strong ladies you thank are. you so Alone much. you going, but അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒന്ന് കുളിച്ച് അങ്ങനെ ഞാൻ അവിടെ ഡോർമിക്കോ മണാലിയിൽ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് മണാലി ബസ് സ്റ്റാൻഡിലെത്തണം. 3.7 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് വീണ്ടും പോകുന്നത്. ഇതൊക്കെ ആപ്പിൾ മരമാണ് കേട്ടോ. ആ ബാബാജി ഇല്ലേ, എന്നോട് ഒന്ന് സംസാരിച്ച് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ആ ബാബാജി ആശീർവാദമൊക്കെ തന്നു പോയി. വീണ്ടും മാൾ റോഡ് എത്തി. ഇന്നലത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ കടയിൽ കയറി വീണ്ടും ഞാൻ അവിടെ നിന്ന് കഴിച്ചായിരുന്നു. എന്റെ ആ ഒരു എക്സ്പ്രഷൻ പറയും ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ്. ഫസ്റ്റ് ടൈം ഇൻ നോർത്ത് ഇന്ത്യ. first time India? No, first time in North India. North India. I'm from Kerala. Okay. But Manali? Yeah. Manali first time? Yeah, first time. Hamta Pass. Alone you coming? Yeah, alone. Oh, it's good one. Thank you. More strong ladies you thank are. you so Alone much. you going, but not you up you going. Little down is more better. Thank you so much. Okay. ഇവിടെ മിക്ക കടയിലും ലേഡീസ് ഇങ്ങനെ ക്രോഷ്യൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കൂടുതലും തുണീന്റെ കടയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തടുത്തുള്ള ഈ ഒരു കടയൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ചാല മാർക്കറ്റാട്ടോ ഓർമ്മ വരുന്നത്. അതുമാത്രമല്ല ഈ പരിസരമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് ഒക്കെ അടുക്കിയിരിക്കുന്ന ഭംഗി കണ്ടിട്ട് ഇവിടെ ചായ കുടിക്കാൻ കയറി. ഒരു ചായക്ക് 40 രൂപയായിരുന്നു. പിന്നെ ഇവിടെ സ്ട്രീറ്റിൽ ഒരു പുള്ളി ചാർലി ചാപ്ലിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി 11 മണിക്കായിരുന്നു എനിക്ക് ഡൽഹിക്ക് പോവേണ്ട വോൾവോ ബസ്. പിന്നെ ഞാൻ അതിൽ കയറിയിരുന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങി. രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കശ്മീരി ഗേറ്റ് എത്തിയായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. എന്താണെന്നല്ലേ, മമ്മിയുടെ ഫ്ലാസ്ക് ഞാൻ ആ ബസ്സിൽ വെച്ച് മറന്നു ഗൈസ്. ഫ്ലാസ്ക് ഇല്ലാണ്ട് വീട്ടിൽ പോയാൽ മമ്മി വീട്ടിൽ കയറ്റൂല. സോ പണ്ട് പഠിച്ച ഹിന്ദിയൊക്കെ ഓർത്തെടുത്ത് ബസ്സുകാരെ കോണ്ടാക്ട് ചെയ്ത് ഫൈനലി എനിക്ക് ഫ്ലാസ്ക് കിട്ടി ഗൈസ്. ഡൽഹിയിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടും. ഉച്ചയ്ക്ക് 1:10 ഡൽഹി എത്തിച്ചേരുന്ന കേരള സമ്പർക്ക് ക്രാന്തിയിലാണ് കേട്ടോ ഞാൻ ടിക്കറ്റ് ബുക്കാക്കിയിരിക്കുന്നത്. ഇത് ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു ഗോവൻ ഫ്രണ്ടാട്ടോ. ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ മലയാളം സോങ് കേൾക്കാറുണ്ടെന്ന്. എന്നിട്ട് ഇവൻ ഇട്ടത് തമിഴ് സോങ്. പിന്നെ ഒരു മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ട് ഭാഷ അറിയണം എന്നില്ലല്ലോ. പിന്നെ ചില മലയാളം സോങ്ങിന്റെ ഒക്കെ അർത്ഥം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു, മലയാളം പഠിപ്പിച്ചു. ട്രെയിൻ നല്ല ഡിലേ ആയിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയാട്ടോ പോയത്. അപ്പൊ ഒരു ചേട്ടൻ പട്ടിക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ എന്താ നോക്കി നിൽക്കുന്നതെന്ന് അറിയാവോ? നോക്ക്, ഒരു കുഞ്ഞിക്കുരങ്ങൻ. അങ്ങനെ ട്രെയിൻ യാത്രയുടെ 3ാമത്തെ ദിവസം തൃശ്ശൂർ ഒല്ലൂർ എത്തി, ആലുവ എത്തി. ഇനി ഒരു 4-5 മണിക്കൂറൂടെ കഴിഞ്ഞാൽ വീടെത്തുമല്ലോ. ഒരു നല്ല യാത്രാ അനുഭവം, കുറെ നല്ല ഓർമ്മകളും പുതിയ പുതിയ ആളുകളെയും നാടും ഭാഷയും ഒക്കെ പരിചയപ്പെട്ട് വീണ്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.